ആലപ്പുഴ അർത്തുങ്കലിൽ ഗുണ്ടാ സംഘം ബാർ അടിച്ചു തകർത്ത സംഭവത്തിൽ ഒരാൾ പിടിയിലായി. കടക്കരപ്പള്ളി സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. ചള്ളിയിൽ കാട്ടുബാറിന് നേരെയാണ് ആക്രമണം. മുഖംമൂടി ധരിച്ചെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്. ബാർ അടിച്ചു തകർക്കുകയും മദ്യക്കുപ്പിയുമായി കടന്നു കളയുകയുമായിരുന്നു. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഇതെപ്പോഴാണ് സംഭവം ഉണ്ടായത്? ഇനി എത്ര പേരാണ് കേസ് ഗുണ്ടാ സംഘത്തിൽ പിടിയിലാകാനുള്ളത്? 3 പേരുടെ CCTV ദൃശ്യങ്ങളാണ് അപർണ ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കടക്കരപ്പള്ളി സ്വദേശിയായ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ്, അതായത് ഇന്നലെ രാത്രി 7:30യോടെയാണ് ചള്ളിയിൽ കാസിൽ എന്ന അർത്തുങ്കലിലെ ബാറിൽ ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ 2 പേർ അകത്തേക്ക് പ്രവേശിക്കുന്നതും അവർ ഈ മദ്യക്കൊപ്പികൾ അടക്കം അടിച്ചു തകർക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുള്ളത്. അതിൽ തന്നെ ഇവരുടെ കയ്യിൽ വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചാണ് ഈ ബാർ അടിച്ചു തകർക്കുകയും മദ്യക്കുപ്പികളും കൗണ്ടറും തകർക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന ജീവനക്കാർ ഭയന്ന് ഓടുകയാണ് ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാറുടമ അടക്കമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് കഴിഞ്ഞ ദിവസം ഇതിന് സമാനമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ മദ്യപിക്കാനായി എത്തിയ ഒരു സംഘവുമായുള്ള തർക്കമുണ്ടായി. അവര് മദ്യം വാങ്ങിയതിനു ശേഷം പിന്നീട് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പണം നൽകാതിരുന്നപ്പോൾ അതിനെ തുടർന്ന് തർക്കമുണ്ടാവുകയും ജീവനക്കാരുമായി അന്ന് സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ആ വിഷയങ്ങൾ പറഞ്ഞ് പരിഹരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായാണോ ഈ സംഭവം എന്നുള്ള സംശയവും പോലീസിനുണ്ട്. മുഖംമൂടി ധരിച്ച് എത്തിയ ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവര് ഈ കൗണ്ടർ അടിച്ചു തകർത്ത് 1.5 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന മദ്യം അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ 3 ലക്ഷം രൂപയോളം നഷ്ടം അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ മൊബൈൽ ഫോൺ അടക്കം ഇവർ കടത്തിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അപർണ, ശരണ്യ, ഇടക്കാലത്ത് ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണത്തിൽ ഒരു കുറവുണ്ടായിരുന്നു, പക്ഷെ വീണ്ടും അതിലേക്ക് കടക്കുന്നു. അതായത് അത്തരം ഓപ്പറേഷനുകളിലേക്ക് പോലീസ് കൂടുതൽ സജീവമാക്കേണ്ട ഒരു സാഹചര്യം വരുന്നു എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ ഉണ്ടോ? ആലപ്പുഴയിൽ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണോ? ഇതിനു മുമ്പും ആലപ്പുഴയിൽ പുന്നപ്രയിൽ ഒരു ബാറ് ഇത് കൊട്ടേഷൻ സംഘാംഗങ്ങൾ കയറി അടിച്ച് തകർത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ. അത് വളരെ ഭീതിതമായ ഒരു അന്തരീക്ഷമാണ് അപർണ അവിടെ ഉണ്ടാക്കിയത്. കാരണം ആ ബാറിനകത്തുണ്ടായിരുന്ന മറ്റാളുകൾ ഉൾപ്പെടെ, അതായത് ഇവരുടെ 2 പേരുടെയും കയറിയ ആളുകളുടെ കയ്യിൽ വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഈ വടിവാൾ ഉയർത്തിയാണ് ഇവർ ആഞ്ഞു വെട്ടിയാണ് അവിടെ ആ കൗണ്ടർ ഉൾപ്പെടെയുള്ളവർ തകർക്കുകയും ചെയ്തിട്ടുള്ളത്. അത്രയ്ക്ക് വലിയ ഭീതിതമായ ഒരു അന്തരീക്ഷമായിരുന്നു അതിനകത്ത് ഇവർ സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. പക്ഷെ ആർക്കും പരിക്കേറ്റിട്ടില്ല. ആ കൗണ്ടറിൽ നാശനഷ്ടങ്ങൾ സംഭവിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മദ്യക്കുപ്പികൾ ഇവർ കടത്തിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അതിനെ കണക്ട് ചെയ്താണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുകയും കടക്കരപ്പള്ളി സ്വദേശിയായ വിഷ്ണുവിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ പറഞ്ഞ നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഭീതിതമായ ഒരു സംഭവം തന്നെയായിരുന്നു. പുറത്തുനിന്ന് ഇവർ ഈ വടിവാൾ ഉൾപ്പെടെ ഉള്ള ആയുധങ്ങളുമായി അകത്തേക്ക് കയറി വരിക, ആളുകളെ ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള പരിക്കോ മുറിവോ ഏറ്റിട്ടില്ലെങ്കിൽ പോലും ഈ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരസ്യമായ ഒരു ഇടത്താണ് ഇത്തരത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. പോലീസ് അത്രയും ആ വിഷയത്തെ അത്ര ഗൗരവത്തോടു കൂടി കാണുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നലെ 7:30 നടന്ന സംഭവത്തിലാണ് ഇപ്പോൾ കടക്കരപ്പള്ളി സ്വദേശിയായ വിഷ്ണു പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ നൽകിയത് ആലപ്പുഴ.